യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വാക്യം, 68-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ട്. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. ദൈവമക്കളായ നാം ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ ഒരു യോഗം നടത്തി എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. യോഗം കൊണ്ട് ചില പ്രിയപ്പെട്ടവർക്ക് ദൈവവുമായുള്ള ബന്ധം ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ ഇത് സക്സസ് ആയി എന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയൂ. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം നിത്യജീവൻ എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് 60, 80, 100, ഇനി 110, 120 വർഷം ജീവിച്ചിരുന്നാലും വേദപുസ്തകം പറയുന്നു, ഒരു മനുഷ്യൻ തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? മുഴു ലോകത്തേക്കാൾ വിലയുള്ളതാണ് തൻ്റെ ആത്മാവെന്ന് പറയുന്നത്. ആ ആത്മാവ് മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നുള്ളത് വേദപുസ്തകത്തിൽ മാത്രമല്ല, മറ്റ് പല മതഗ്രന്ഥങ്ങളിലും നമ്മളെ ആഴമായി പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ് മരണാനന്തര ജീവിതം എന്നുള്ളത്. എന്നാൽ മനുഷ്യൻ എവിടെ ജീവിക്കണമെന്നുള്ളതാണ് മനുഷ്യൻ തീരുമാനിക്കേണ്ട അവിഭാജികമായ ഒരു ഘടകമെന്ന് പറയുന്നത്. മരിച്ചു കഴിയുമ്പോൾ എവിടെ ജീവിക്കണം? അത് നിത്യനരകത്തിലാണോ നിത്യസ്വർഗത്തിലാണോ ജീവിക്കേണ്ടത് എന്നുള്ളത് അത് നമുക്ക് ദൈവം വിട്ടു തന്നിരിക്കുന്ന ഒരു ഉപാധിയാണ്. വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനൊത്തവണ്ണം പ്രതിഫലം വീതിച്ചു കൊടുക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ അതുമായി ബന്ധപ്പെട്ട്, നിത്യജീവനുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങൾക്കകത്ത് യേശുക്രിസ്തുവിൻ്റെ ജനന, പ്രവൃത്തി, മരണ, പുനരുത്ഥാനം, അപ്പോൾ തന്നെ സ്വർഗാരോഹണം, അപ്പോൾ തന്നെ ഈ ലോകത്തിൻ്റെ ഭാവി കാലങ്ങളെക്കുറിച്ച് യേശുക്രിസ്തു തന്നെ നേരിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഉപമകളിൽ കൂടെയും ദൈവിക അരുളപ്പാടുകളിൽ കൂടെയും ശാസനയിൽ കൂടെയും സ്നേഹത്തിൻ്റെ വാക്കിൽ കൂടെയും യേശു അരുളി ചെയ്തിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട യേശുവിൻ്റെ ജീവിത നിലവാരങ്ങളെ ഊന്നിക്കൊണ്ട് പറയുന്ന പുസ്തകമാണല്ലോ സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. 4 സുവിശേഷങ്ങൾക്കകത്ത് യേശുക്രിസ്തുവിനെ മുഖ്യ ഘടകമായി വിവരിച്ചുകൊണ്ട് മത്തായി ആണെങ്കിലും യോഹന്നാനാണെങ്കിലും ലൂക്കോസ് ആണെങ്കിലും മർക്കോസ് ആണെങ്കിലും യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് യേശുക്രിസ്തു ഭൂമിയിൽ എന്തിനു വന്നു, യേശുക്രിസ്തു എന്തിനു മരിച്ചു, യേശുക്രിസ്തു എന്തൊക്കെ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ ഇരുന്നപ്പോൾ ചെയ്തു, യേശു എവിടെ ജനിച്ചു, യേശു എവിടെ മരിച്ചു, യേശു മരിക്കാനുള്ള കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് വളരെ ലളിതമായി വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകം സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സുവിശേഷങ്ങളെക്കുറിച്ച് വിവർത്തിക്കുവാൻ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ഞാൻ ആ ഭാഗത്തേക്ക് പോകുവാനായി താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ വായിച്ച വാക്യവുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ദാസൻ നമ്മുടെ നടുവിലുണ്ട്. അതിനു മുമ്പ് ദൈവാത്മാവൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തന്ന 1-2 ചിന്തകൾ മാത്രം ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് സമയത്തിൽ തന്നെ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം പഠിക്കുമ്പോൾ അതിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ഒരു വലിയൊരു അത്ഭുതം ചെയ്യുന്നതിനെ കുറിച്ചാണ് കാണാൻ കഴിയുന്നത്. യേശു കർത്താവിൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ ഒട്ടനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതേ യോഹന്നാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ലാതെ ഒട്ടനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു കർത്താവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. 66 പുസ്തകത്തിനകത്ത് 4 സുവിശേഷങ്ങളിൽ യേശു ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളാണെങ്കിലും അടയാളങ്ങളാണെങ്കിലും യേശുവിൻ്റെ പ്രഭാഷണങ്ങളാണെങ്കിലും അത് വിരളയിലെണ്ണാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ.
എന്നതുകൊണ്ട് യേശു അത്രയും കാര്യങ്ങളെ, എത്രയും സൗഖ്യങ്ങളെ, അത്രയും മരിച്ചവരെ ഉയർപ്പിച്ചുള്ളൂ എന്നും രോഗികളെ സൗഖ്യമാക്കിയുള്ളൂ എന്നും നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല. അതിനെ ഊന്നിക്കൊണ്ട് യോഹന്നാൻ പറയുകയാണ്, ഒട്ടനവധി കാര്യങ്ങൾ യേശു ചെയ്തിട്ടുണ്ട്, എല്ലാം പുസ്തകത്തിനകത്ത് എഴുതിയിട്ടില്ല. എല്ലാം പുസ്തകത്തിനകത്ത് എഴുതിയിരുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ നാം ഓരോരുത്തരും ഈ യോഗത്തിന് വരുമ്പോൾ നമുക്ക് വ്യക്തികൾ അളന്ന് ഓരോ കണ്ടെയ്നറും കൂടെ വെളിയിൽ പാർക്ക് ചെയ്യേണ്ടി വന്നേനെയും എന്ന് പറഞ്ഞാൽ അനവധി വീര്യപ്രവർത്തികളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും യേശു ഈ ഭൂമിയിൽ ചെയ്തിട്ടുണ്ട്. അവനെ തൊട്ടവർ സൗഖ്യമായി, അവൻ നോക്കിയവർ സൗഖ്യമായി, അവനെ തൊട്ടവർ സൗഖ്യമായി. വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, യേശു ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ അത്ഭുതമുണ്ട്, യേശു ഒരു വഴിയെ നടന്നു പോയാൽ അവിടെ അത്ഭുതമുണ്ട്, യേശു ഒരു പള്ളി ചെന്നാൽ അവിടെ അത്ഭുതമുണ്ട്, യേശു ഒരു കടപ്പുറത്ത് ചെന്നാൽ അവിടെ അത്ഭുതമുണ്ട്, യേശു ഒരു പടകിൽ കയറിയാൽ അവിടെയും അത്ഭുതമുണ്ട്. കാറ്റത്തും അത്ഭുതം ചെയ്യും, മഴയത്തും അത്ഭുതം ചെയ്യും, തിരമാലയിലും അത്ഭുതം ചെയ്യും. ഇനി എന്തിന് ഏറെ പറയണം, യേശു ഒരു സെമിത്തേരി ചെന്നാലും അവിടെയും അത്ഭുതമുണ്ടെന്ന് വിശ്വസിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. വീട് പോലല്ല സെമിത്തേരി, വീട് പോലല്ല വഴി, വീട് പോലല്ല പള്ളി, അല്ലെങ്കിൽ സെമിത്തേരി പോലല്ല വീട്, സെമിത്തേരി പോലല്ല കടൽപ്പുറം, സെമിത്തേരി പോലല്ല ഒരു ബീച്ച്, സെമിത്തേരി പോലെയല്ല ഒരു ഒരു മരുഭൂമി. സെമിത്തേരിയുടെ പ്രത്യേകത ഒരു മനുഷ്യന്റെ ജീവൻ തീർന്നു കഴിയുമ്പോൾ, മൂക്കിലെ ശ്വാസം നിന്നു കഴിയുമ്പോൾ കാലിൻ്റെ പെരുവിരലും കീത്താടിയും മേത്താടിയും കൂടെ കൂട്ടിക്കെട്ടി, കാലിൻ്റെ പെരുവിരൽ കൂട്ടിക്കെട്ടി, കൈയുടെ പെരുവിരൽ കൂട്ടിക്കെട്ടി ഏതെങ്കിലും ഒരു ഒരു പെട്ടിക്കകത്താക്കി, അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും അടക്കം ചെയ്യുന്ന സ്ഥലമാണ് സെമിത്തേരി. ഒന്നുകൂടെ ഇറങ്ങിപ്പറഞ്ഞാൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട സ്ഥലമാണ് സെമിത്തേരി. ഒന്നുകൂടെ ഇറങ്ങിപ്പറഞ്ഞാൽ ഇനിയും തിരികെ വരത്തില്ലെന്ന് മുദ്ര കുത്തിയ സ്ഥലമാണ് സെമിത്തേരി. എന്നാൽ ആ സെമിത്തേരിക്കകത്തും യേശു ചെന്നിട്ടുണ്ടെങ്കിൽ നാറ്റം വെച്ച ലാസറാണെങ്കിലും ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ കരം തട്ടിയോ ശബ്ദമുയർത്തിയോ ഇന്ന് രാത്രിയിൽ ആമേൻ പറഞ്ഞോണം. യേശുവിൻ്റെ ശക്തി ഇവിടെയുണ്ട്. യേശു കർത്താവിനെ ഉയർത്തിയാൽ യേശു നമ്മളെ ഉയർത്തും. യേശുവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞാൽ ആ ജീവന്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് വ്യാപരിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ അടുത്തിരിക്കുന്നവരെ നോക്കണ്ട, കരങ്ങത്തട്ടി ശബ്ദമുയർത്തി യേശുവേ എന്ന് പറഞ്ഞ് ആത്മാവിൽ ആരാധിച്ചു തുടങ്ങ്. ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ ശക്തി ഇതിൻ്റെ ഒരറ്റം മുതൽ മററ്റം വരെ വ്യാപരിക്കുന്നത് അനുഭവിച്ചുകൊണ്ട് പറയുകയാ. പ്രതീക്ഷ അസ്തമിച്ച വിഷയവുമായി അവസാനിച്ചു എന്ന് ലോകം നിന്നെ നോക്കി പറഞ്ഞത്, വീട്ടുകാർ നിന്നെ നോക്കി പറഞ്ഞത്, കൂട്ടുകാർ നിന്നെ നോക്കി പറഞ്ഞത്, പെറ്റതള്ള നോക്കി പറഞ്ഞത്, ജന്മം തന്ന അപ്പൻ നോക്കി പറഞ്ഞത് ഇനിയും ശരിയാകത്തില്ലെന്ന് കൂടിരുന്ന് പ്രാർത്ഥിക്കുന്നവർ പോലും നിനക്കെതിരെ മാർക്കിട്ടു വിധി എഴുതിയെങ്കിൽ ഇന്ന് രാത്രിയിൽ നാറ്റം വെച്ച ലാസറിനെ ജീവനോടെ പുറത്തു കൊണ്ടുവന്ന് നാറ്റം മാറ്റി അഴുകിയ ശരീരത്തില്, പുഴുവെടുത്ത ശരീരത്തില് ജീവൻ പകർന്നിട്ട് ലാസറിനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിങ്ങളുടെ വിഷയത്തിനകത്ത് ഒരു ജീവൻ ദൈവം പകരും. കരമടിച്ച് സ്തോത്രം ചെയ്യ. 90% ആളുകൾ വീണ്ടെടുക്കപ്പെട്ടവരാ ഇതിനകത്ത് ഇന്ന് രാത്രി ഇരിക്കുന്നത്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി മൗനമായിരിക്കാതെ യേശുവിനെ ആരാധിച്ച് യേശുവിന്റെ ജീവൻ ഇതിനകത്ത് വ്യാപരിക്കുകയാണ്.
Shudamana Harthana Radana Ragal Hadana Hadaga Managa Ragal Kadaga Samdane Harthanam Dera Jagal Kadaga Samdane Yeshuvinte Namathil Abhishekam Prapichavaar Anya Bhashayil Aradhikka Hallelujah Karanga Thatti Aradhikka Parasrayam Koodade Oralu Pidichukondu Nagathu Kondirithade Indi Ravile brush Cheyidappol Swantamayi brush Cheythu Kidakkayil Ezhunettu Innu Pagalu Muzhuvanum Veettile Karyangalellam Cheythu Officeile Karyangalellam Cheythu എല്ലാ ജോലിയും ചെയ്ത് ആരോഗ്യത്തോടെ നിന്നെ കൊണ്ടുവന്നെങ്കിൽ നിന്റെ സമശിഷ്ടങ്ങൾ പലരും ഇന്ന് രാത്രി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് പല ഭവനം കരിങ്കോടി കെട്ടി വിലാപ ഭവനമായി മാറിയപ്പോൾ ഇന്ന് രാത്രി ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നെങ്കിൽ ഈ രാത്രിയിൽ ഈ സെൻട്രൽ കൺവെൻഷനകത്ത് ആരാധിക്കുന്ന ജനത്തിന്റെ മേൽ ദൈവശക്തി അവതരിക്കുകയാണ്. Hadagamana Harthana Rabal Kadaga Samdane Rabal Kadaga Saidana Vaida Ragaja Ragal Kadaga Saidana Rabashasi E convention Parishuthatma waited at the Gardinu Inni Model Parishuthatma would an Indrikate Devidas and Mara Devagikate Uri Valium Miracle of the Sambavikate. Hallelujah. 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 And the Yesu will let the Jayamunda. എൻ്റെ യേശുവിനടുത്ത് ജയമുണ്ട്. എൻ്റെ യേശുവിനടുത്ത് ജയമുണ്ട്. ഇത് പറയുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു. കാരണം ഇവിടെ വരെ കൊണ്ടുവന്നത് യേശുവാ. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ട് എൻ്റെ പ്രാർത്ഥന മുറിയിൽ കർത്താവ് എനിക്ക് തന്ന രണ്ട് ചിന്തകൾ മാത്രം നിങ്ങളെ ഓർപ്പിച്ച് പ്രാർത്ഥിക്കാം. 6-ാം അധ്യായം 1 മുതൽ 15 വരെ 5 അപ്പവും 2 മീനും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ 3 ദിവസങ്ങൾ തന്നോടൊപ്പം ഇരിക്കുകയും തന്നിൽ നിന്ന് കേൾക്കുകയും ബലം പ്രാപിക്കുകയും ചെയ്ത തൻ്റെ മക്കളെ ഉറപ്പിക്കുവാൻ, ധൈര്യപ്പെടുത്തുവാൻ, ഈ ജനം വഴിയിൽ ക്ഷീണിക്കുമെന്ന് യേശു അപ്പ അറിഞ്ഞിട്ട് അവരെ ബലപ്പെടുത്തി വിടാൻ വേണ്ടി അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരെല്ലാം കണ്ണോട് കണ്ണ് നോക്കി നിന്നു. യേശു എന്താ ഈ പറയുന്നേ? ഇത് മരുഭൂമിയാ. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തട്ടുകട പോലും അവിടെ ഇല്ല. എവിടുന്ന് കൊടുക്കും? എന്നാൽ യേശു പറയുകയാ, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ഭക്ഷിപ്പാൻ യേശു പറയുമ്പോൾ ശിഷ്യന്മാർ വിറങ്ങലിച്ചു നിൽക്കുകയാ. അന്ത്രയോസ് പറയുകയാ, ഒരു ബാലകന്റെ കയ്യിൽ 5 അപ്പം 2 മീൻ. യേശു പറഞ്ഞു, കൊണ്ടുവാ. ഞാൻ ആ ഭാഗമൊന്നും എൻ്റെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് വ്യാഖ്യാനിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കമ്പി വാചകത്തിൽ പോയിട്ട് ഒരു പോയിന്റ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. യേശു അത് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ച് വാഴ്ത്തി തൻ്റെ ശിഷ്യന്മാരുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, കൊടുക്ക്, ജനത്തെ പന്തിയായിട്ട് ഇരുത്തി കൊടുക്ക്. അവർ അങ്ങനെ ചെയ്തു. വേദപുസ്തകം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: 12 കൊട്ട മീതി എടുത്തു. 12 കൊട്ട, 12 ശിഷ്യന്മാർ. എങ്ങനെ അപ്പം കൊടുക്കുമെന്ന് പറഞ്ഞവരുടെ വീട്ടിൽ, എൻ്റെ ഭാഷ പറഞ്ഞാൽ അവർ വീട്ടിൽ കൂടെ കൊണ്ടുപോകത്തക്ക നിലയിൽ ദൈവം അതിനെ വർദ്ധിപ്പിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയാം, ഈ 4 ദിവസത്തെ മീറ്റിംഗ് ഇവിടെ നടക്കുമ്പോൾ ഇവിടെ നിന്ന് കേട്ടിട്ട് തൃപ്തരായി പോകാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലുള്ളവർ കൂടെ കൊണ്ടുപോകത്തക്ക നിലയിൽ ഇവിടെ ചിലതിനെ ദൈവം പോഷിപ്പിക്കാൻ പോകുകയാണ്. അത്രയും പറഞ്ഞ് എന്നോട് മാറുകയാണ്. ഈ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ വേഗത്തിൽ മടങ്ങി വരാം. ശീമോൻ പത്രോസ് യേശുവോട് ചോദിച്ചൊരു ചോദ്യം ചോദിക്കാൻ കാരണം, 6:35 യേശു ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറയുകയാണ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. യേശുവിൻ്റെ ശരീരത്തെയും യേശുവിൻ്റെ രക്തത്തെയും കുറിച്ച് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ
ഇവർക്കിത് കട്ടിയുള്ള ഒരു ഉപദേശമായിട്ട് തോന്നി. യേശുവിൻ്റെ ശരീരം, യേശുവിൻ്റെ രക്തം, ഈ വക കാര്യങ്ങൾ കേട്ട് പുരുഷാരത്തിന് ഇത് കട്ടിയുള്ളതായി, ദഹിക്കാൻ കഴിയാത്ത ഒരു വേടായി അവർക്ക് തോന്നിയപ്പോൾ ആ ഭാഗത്ത് കാണുന്നത് ഇങ്ങനെയാണ്: യേശുവിനെ വിട്ടു പലരും പോയി. കാരണം ഇതങ്ങോട്ട് മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങോട്ട് സുഖിക്കുന്നില്ല, ഒന്നും വ്യക്തമാകുന്നില്ല. അപ്പോൾ യേശു കർത്താവ് പത്രോസിനോട് ചോദിച്ച, ശിഷ്യന്മാരോട് ചോദിച്ച ഒരു ചോദ്യമാണ്: നിങ്ങൾക്കും എന്നെ വിട്ടു പോകാൻ ആഗ്രഹമാണോ? അപ്പോൾ പത്രോസ് പറഞ്ഞൊരു ഭാഗമാണ് വായിച്ച കുറിവാക്യം. പത്രോസ് പറയുകയാണ്, ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? 2, ജീവന്റെ വചനം നിന്റെ പക്കൽ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരു സ്തോത്രം പറയാമോ? 2 കാര്യങ്ങൾ ആ വാക്യത്തിൽ കിടപ്പുണ്ട്. രണ്ടും മെസ്സേജുകളാണ്. ദീർഘസമയങ്ങളിൽ നിന്ന് ചിന്തിച്ച് ആരാധിക്കേണ്ട ഒരു പോയിന്റാ. 2 കാര്യങ്ങൾ. അതിലൊന്ന് പോയിന്റ് ഞാൻ പറയാം: ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? 2, ജീവന്റെ വചനം നിന്റെ പക്കലുണ്ട്. ഒരു സ്തോത്രം പറയാമോ? സ്തോത്രം. ഒന്നാമത് പത്രോസ് ചോദിക്കുക, എല്ലാവരും പോയി, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? കാരണം നിന്നെ പോലെ ഒരുവനെ ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. സ്തോത്രം. നിന്നെ പോലെ ഒരുവനെ ഞങ്ങൾ ഇന്നുവരെ രുചിച്ചിട്ടില്ല. ഞങ്ങൾ പലരെയും ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്, പലരോടും ഞങ്ങൾ സമ്പർക്കം പുലർത്തിയിട്ടുണ്ട്. പക്ഷെ നിത്യജീവന്റെ ശക്തി വഹിച്ച് ഞങ്ങളെ നിത്യതയിൽ കൊണ്ടുപോകുവാൻ ഇതുപോലെ ഒരുവൻ ഉലകത്തിൽ ഞങ്ങൾ ഒരുത്തനെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പത്രോസ് പറഞ്ഞതുപോലെ പറയാ, ഈ ഭൂമിയിൽ എന്തൊക്കെ കിട്ടിയാലും, എത്ര വലിയ ശ്രേഷ്ഠന്മാരെ നമുക്ക് കിട്ടിയാലും, ആമേൻ, അതിനൊക്കെ അപ്പുറമാണ് യേശുവിന്റെ ജീവനും യേശുവിന്റെ ശരീരവും യേശുവിന്റെ രക്തവും. പ്രൈസ് ദി ലോർഡ്. ജീവനുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞേ. സ്തോത്രം, സ്തോത്രം. പത്രോസിന്റെ കാര്യം മനസ്സിലായി. ഞങ്ങൾ ആരേലും അടുക്കൽ ചെന്നാൽ ഇതേപോലൊരുത്തനെ കിട്ടില്ല. ഇന്ന് രാത്രി വീണ്ടെടുക്കപ്പെട്ട മക്കളോട് പറയാം, നമുക്കാരൊക്കെ ഉണ്ടെങ്കിലും, എത്ര മഹാന്മാരും മഹതികളും പണമുള്ളവരും ആരോഗ്യമുള്ളവരും സമ്പത്തുള്ളവരും നമുക്കുണ്ടെങ്കിലും, എത്ര പിടി പല മേഖലകളിൽ നമുക്കുണ്ടെങ്കിലും, നമുക്ക് ക്രിസ്തുവില്ലാത്ത ജീവിതം അത് ബിഗ് സീറോയാണെന്ന് പറഞ്ഞാൽ തിരിച്ചറിഞ്ഞ പത്രോസ് പറയുകയാ, നിന്നെ വിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? കാരണം നിന്റെ പക്കലേ ഉള്ളൂ നിത്യജീവൻ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യ. പത്രോസിന് കാര്യം മനസ്സിലായി. ഇവിടുത്തെ കഷ്ടം സാരമില്ല, ഇവിടുത്തെ ജീവിതം സാരമില്ല. അല്പം കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു നിത്യമായൊരു വീടുണ്ട്, നിത്യമായൊരു ജീവനുണ്ട്, നിത്യമായൊരു ബന്ധമുണ്ട്. അത് ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു തനിന്ന് കിട്ടില്ല. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു നാമം, അത് യേശു എന്ന നാമമാണ്. കരമുയർത്തി ഇന്ന് രാത്രി പറ, യേശു എന്ന നാമം. ഈ വാഗ്ദാന സെൻട്രൽ കൺവെൻഷനിൽ ഇവിടെ ഉയർന്നു കേൾക്കേണ്ടത് ഏലിയാവല്ല, ഇവിടെ ഉയർന്നു കേൾക്കേണ്ടത് അഞ്ചപ്പമല്ല, ഇവിടെ ഉയർന്നു കേൾക്കേണ്ടത് അത്ഭുതമല്ല, ഇവിടെ ഉയർന്നു കേൾക്കേണ്ടത് മോശയല്ല, ഇവിടെ ഉയർന്നു കേൾക്കേണ്ടത് എനിക്ക് ജീവൻ തരുന്ന എന്റെ നിത്യനായ എന്റെ യേശു ആകട്ടെ എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം, കാരണം എനിക്ക് ഒത്തിരി ദൂതുകൾ അവിടെ കിടപ്പുണ്ട്. കർത്താവിൻ്റെ ദാസൻ നമ്മുടെ നടുവിലുണ്ടല്ലോ. അവിടെ പത്രോസ് പറയാ, ഞങ്ങൾ ആരുടെ അടുക്ക് പോവും? സത്യമല്ലേ? നമ്മൾ സത്യത്തിൽ എവിടെല്ലാം പോയിട്ട് ഇവിടെ വന്നിരിക്കുന്നേ?
കൈവക്കണ്ട, സ്തോത്രം പറഞ്ഞാൽ മതി. എവിടെല്ലാം പോയിട്ടാ, ആരുടെയൊക്കെ മുമ്പിൽ പോയി കൈ നീട്ടിയട്ടാ നമ്മൾ അവസാനം എത്തിയത് എവിടാ? യേശുവിൻ്റെ അടുക്കലാ. പക്ഷെ യേശുവിൻ്റെ അടുക്ക വന്നപ്പോൾ വല വാങ്ങിക്കുന്ന കാര്യമോ മീൻ പിടിക്കുന്ന കാര്യമോ ഒന്നും പത്രോസ് പറയുന്നില്ല. പത്രോസിന് കിട്ടിയ വെളിപ്പാട് നിത്യജീവനാ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിത്യജീവൻ, യോഹന്നാന്റെ സുവിശേഷം 17:3 ഏകസത്യമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകും. നിത്യജീവൻ എന്താണ്? ക്രിസ്തുവിനുള്ള വ്യക്തിപരമായ ബന്ധം, പേഴ്സണൽ ബന്ധം. വ്യക്തിപരമായി യേശുവുമായിട്ട് ബന്ധമില്ലെങ്കിൽ എന്തില്ല? ഹലോ, വ്യക്തിപരമായിട്ട് ബന്ധമില്ലെങ്കിൽ നമുക്ക് എന്തില്ല? നിത്യജീവനില്ല. യേശുവുമായിട്ടൊരു ബന്ധമുണ്ടാകണമെന്ന്, നിത്യജീവൻ. അപ്പോൾ തന്നെ അടുത്ത ഭാഗത്ത് റോമാലേഖനം 6:23 വായിക്കുക. ഈ നിത്യജീവൻ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിന്ന് കിട്ടുന്ന ദാനമാണ്. അതുകൊണ്ട് വാക്യം, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് നിത്യജീവൻ തന്നെ. സ്തോത്രം. അപ്പൊ നിത്യജീവൻ എന്ന് പറയുന്നത് ക്രിസ്തുവും നാമും തമ്മിലുള്ള ബന്ധം എപ്പോൾ നമ്മൾ സ്ഥാപിക്കുന്നു അന്ന് നിനക്ക് നിത്യജീവൻ കിട്ടിക്കഴിഞ്ഞു. സ്തോത്രം പറയാമോ? ഒന്നുകൂടെ പറയാം. ക്രിസ്തുവും നാമും തമ്മിൽ എപ്പോഴാണോ ഒരു കണക്ഷൻസ് ഉണ്ടായത്, ആ സമയത്ത് ഞാൻ അറിയാതെ എന്നിൽ വന്ന ഒരു സ്ഥാനമാറ്റം, നിത്യജീവൻ എൻ്റെ ശരീരത്തിലേക്ക് വരികയാണ്. ഇത് കിട്ടിയതോ ഇത് ക്രിസ്തുവിൻ കൂടെയുള്ള ദൈവത്തിന്റെ ദാനമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ പുത്രൻ വഴി നമുക്ക് ദാനം നൽകിയ നിത്യജീവൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഒരു പിശാചിനും നമ്മെ ഒതുക്കാൻ പറ്റില്ല, ആർക്കും നമ്മളെ നശിപ്പിക്കാൻ പറ്റില്ല, ഒരധികാരത്തിനും നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. നമ്മൾ ജയാളികളാണ്, നമ്മൾ ജയിച്ചവരാണ്, ദുഷ്ടന്റെ തലയെ പകർത്തവരാണ്, ജയിച്ച ദൈവമക്കൾ സ്തോത്രം പറയട്ടെ. ഇന്ന് രാത്രിയിൽ പാപത്തെ ജയിക്കുന്ന, പാപത്തിന്റെ ശമ്പളമായ മരണത്തെ ജയിക്കുന്ന ജയാളിയായ മക്കളാണ് നമ്മളെന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ സ്തോത്രം പറയണോ? രണ്ട് കാര്യം കൂടെ പറഞ്ഞ് പോയിന്റ് മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഞാൻ വായിച്ചപ്പോൾ എന്താണ് നിത്യജീവൻ? ഒന്ന്, യേശുവുള്ള ബന്ധമാണ്. രണ്ട്, ക്രിസ്തുവിന് ലഭിക്കുന്ന ദാനമാണ് നിത്യജീവൻ. നിത്യജീവൻ ലഭിക്കാൻ എന്ത് ചെയ്യണം? യോഹന്നാന്റെ സുവിശേഷം 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ എന്ത് ചെയ്തു? സ്നേഹിച്ചു. അപ്പോൾ നിത്യജീവൻ കിട്ടണമെങ്കിൽ യേശുവിനെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. 2 റോമാലേഖനം 10:9 യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട്, റൈറ്റ്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. അപ്പോൾ നിത്യജീവൻ കിട്ടുന്ന രണ്ടാമത്തെ പോയിന്റ്, ഹൃദയം കൊണ്ട് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വാ കൊണ്ട് എന്ത് ചെയ്യണം? ഏറ്റുപറയണം. 3 എഫെസ്യലേഖനം 2 അതിന് 8 കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാൽ ലഭിക്കേണ്ട ഒരു അനുഗ്രഹമാണ് നിത്യജീവൻ. കർമ്മങ്ങൾ കൊണ്ടോ, കോഴിയെ കൊണ്ടോ, കോഴിച്ചോര കൊണ്ടോ, എണ്ണ കൊണ്ടോ, ഭരണി കൊണ്ടോ, ഉരുണ്ടതുകൊണ്ടോ, മുട്ടയെ വലിഞ്ഞതുകൊണ്ടോ, ഏതെങ്കിലും മലകളിൽ കയറിയത് കൊണ്ടോ, ഏതെങ്കിലും താഴ്വരെ പോയത് കൊണ്ടോ, പുണ്യസ്ഥലങ്ങൾ തേടി അലഞ്ഞു നടന്നതുകൊണ്ടോ നിത്യജീവൻ കിട്ടില്ല. നിത്യജീവൻ കിട്ടണമെങ്കിൽ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വാ കൊണ്ടേറ്റു പറയണം, യേശുവിനെ ദൈവമെന്ന് അംഗീകരിക്കണം. യേശുവിൽ നിന്നും കൃപയാൽ നാം ഇതിനെ സ്വീകരിക്കണം. ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ അവൻ മരിച്ചു കഴിഞ്ഞാലും അവൻ്റെ മരണാനന്തരം
നിത്യമായ ഒരു ജീവൻ സ്വർഗം ഒരുക്കി വച്ചിട്ടുണ്ട്. കണ്ണടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.